രംഗപ്രവേശം ചെയ്ത് ഈ പുതിയ കഥാപാത്രം ആരാണ്? വേഷം മാറി നടക്കുന്ന രാജകുമാരൻ. തേനീച്ച വളർത്തുകാരനായി നടിക്കുന്ന കൊള്ളക്കാരൻ. എന്നെപ്പോലെ ഏകാന്തത ഇഷ്ടപ്പെടുന്ന മറ്റൊരാൾ. ചേച്ചി വരണില്ലേ? ഏതാ ശരി നോക്കട്ടെ. ഇതിലൊന്ന് പിടിക്കേ. അയ്യോ, അപകടം! കൊള്ളക്കാരൻ അതാവില്ല. അതൊരു കളിയാണ്. ഞങ്ങള് നമ്പ്യാരങ്ങളുടെ വീട്ടിൽ പോണു. ചേച്ചി ചുരിദാറിട്ടോളൂ, അതാ നല്ലത്. വേണോ? അവിടെ ശൈല ചേച്ചി ഷൈൻ ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. അല്ല, നീ ഒന്ന് ഷൈൻ ചെയ്തോ. എത്ര ആള് മോഹിച്ച് ബോധം കിട്ടി വീഴുന്നറിയണല്ലോ. വശീകരണത്തിന് ഒരു കുറിക്കൂട്ടുണ്ടത്രേ. 1000 കൺകെട്ട് വിദ്യയുടെ ഒരു പഴയ പുസ്തകമില്ലേ, അതിലുണ്ട്. പറഞ്ഞു തരട്ടെ? നീ തന്നെ തൊട്ടോ, അല്ലാണ്ടി മോന്താണ്ട രണ്ടാവാരും തിരിഞ്ഞു നോക്കില്ല. നിങ്ങൾ വയ്ക്കോ, ഞാനില്ല. അമ്മണി ചേച്ചി വരണില്ല അമ്മേ? ഇല്ലെങ്കി വേണ്ട, അച്ഛനെ വിളിക്കാം. തലശ്ശേരി ഒരു ദിവസത്തെ പണിയേ ഉള്ളൂ. വന്ന സ്ഥിതിക്ക് ഒരു ഷോർട്ട് ട്രിപ്പ്. ഷോർട്ടാക്കണ്ട, ഒരാഴ്ച വെറുതെ നിന്നുള്ളൂ. തറവാട്ട് വീടില്ലേ? ഇവിടെ വല്ലതൊക്കെ ഉണ്ടായാൽ തന്നെ നിങ്ങൾ ആരും ഇവിടെ ഇല്ല. അങ്ങനല്ലേ? DIGയോട് ഒന്ന് നേരത്തെ പറഞ്ഞു വെക്കുന്ന നല്ലതാ. മൂപ്പര് സ്ട്രിക്റ്റാ, കാശ് വാങ്ങില്ല. ആയേട്ടാ, കുറച്ച് മതി. രാവണേട്ടാ, കപ്പാസിറ്റി എനിക്ക് അറിഞ്ഞൂടെ? മിനിസ്റ്റർ ഫോൺ ചെയ്ത് പറയില്ലേ? നിങ്ങൾ ഏറ്റതല്ലേ? മലബാറിൽ ടൂറുണ്ട്, നേരിട്ട് കണ്ട് പറയാം. ഫോൺ ചെയ്തിട്ട് പ്രയോജനമില്ല. നീ വരുന്നില്ല എന്നല്ലേ വല്യമ്മ പറഞ്ഞത്? അകത്തേക്ക് പോയിക്കോളൂ. അച്ഛന്റെ കത്തൊക്കെ വരാറില്ലേ കുട്ടി? ആ, എല്ലാവരും കൂടി പോന്നാൽ കാരണവർക്ക് പകല് മുഴുവൻ ഉറക്കാം. വിശപ്പാണ് എപ്പോഴും കംപ്ലൈന്റ്. ഒന്നും കഴിക്കാനും പാടില്ല. പഴയ കാലത്ത് ആ കാരണവരുടെ അഡ്വഞ്ചർ സമ്മതിക്കാതെ വയ്യ. ഇപ്പൊ കാണുമ്പോ കഷ്ടം തോന്നും. മുക്കാൽ പുത്തന് അന്ന് സ്ഥലം വാങ്ങാൻ ഈസി. അതൊക്കെ എന്താ അഡ്വഞ്ചർ? നിലനിർത്താൻ അറിയണ്ടേ? ഞാൻ മിലിറ്ററിയിൽ നിന്ന് വരുമ്പോ ഇവിടുത്തെ സ്ഥിതി നിങ്ങൾക്കറിയില്ല. കാര്യസ്ഥന്മാര് കട്ടുമുടിക്കുക. തന്തയ്ക്കൊല്ലം വേണമെങ്കിൽ അവരോട് ചോദിക്കണം. ഞാനില്ലെങ്കിൽ കാണായിരുന്നു എസ്റ്റേറ്റിന്റെ സ്ഥിതി. ആ, വന്നു. ഡിമാൻഡ് എന്താണെന്ന് കേൾക്കട്ടെ. മധ്യസ്ഥന്മാര് പറഞ്ഞതിൽ ഒരു വ്യത്യാസവും ഇല്ല. അത് നിങ്ങളുടെ നിയമത്തിന്റെയും അവകാശത്തിന്റെയും പേരിലല്ല, ഒരു ദയ വിചാരിച്ച്. രേഖയുണ്ടോ? പാട്ടശീട്ടുണ്ടോ? ആരാന്റെ സ്ഥലം കയ്യേറി വീടും കുടിയും വെക്കുമ്പോ നേതാക്കന്മാരുടെ ഉപദേശം ഉണ്ടായിരുന്നോ? എന്താ ഔസേപ്പേ, ഇവിടെ സത്യാഗ്രഹ കുത്തിയിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു, നമുക്കൊരു പന്തലിട്ട് കൊടുക്കാൻ നമ്പ്യാരെ. 30 കൊല്ലായി ഞങ്ങളും, അത് മറക്കരുത്. 30 കൊല്ലം കൊണ്ട് എത്ര ഏക്കർ കയ്യേറി? അത് പറയാത്ത എന്താണോ ചോദിക്കും നമ്പ്യാരെ. നിയമപ്രകാരം നമ്മൾ എത്ര സെന്റ് കൊടുക്കണം? എന്ത് നിയമം? കയ്യേറ്റത്തിന് പ്രതിഫലം കൊടുക്കണമെന്നോ? എവിടെ നിയമമില്ല. നമ്മളൊരു ദയ വിചാരിക്കുമ്പോൾ തലയിൽ കയറാൻ തുടങ്ങുമല്ലോ. കോടതി നിശ്ചയിക്കട്ടെ. കോടതി പറയുമ്പോൾ ചെയ്യാന്ന് പറ നിങ്ങളുടെ ആൾക്കാരോട്. കടന്നു പോവാൻ പറയും പേരെ.
ഓ വന്നോ? അദൃശ്യ കഥാപാത്രത്തെ ഇവിടെ ആരും കണ്ടില്ലേ? ചായ പിന്നെ കുടിക്കാം. നാടകം നന്നായോ? പോയില്ല, അമ്മണി വന്നില്ലല്ലോ. പിന്നെന്ത് രസം. അപ്പൊ വേണ്ടാന്ന് വെച്ചു. ഡൽഹി പോണ്ടോ അച്ഛന്റെ അടുത്ത്? ഉഹും. ഏത് കോളേജിലാ ഇനി അപ്ലൈ ചെയ്യണ? അറിഞ്ഞൂടാ, വല്യമ്മയോട് ചോദിക്കണം. ബാംഗ്ലൂർ വരണോ? മൗണ്ട് കാർമൽ ഞങ്ങളുടെ അടുത്താ. ഹോസ്റ്റൽ ഷാപ്പാട് വേണമെങ്കിൽ വീട്ടിൽ നിൽക്കാം. അതൊക്കെ വല്യമ്മയാണ് നിശ്ചയിക്കുക. ഡെയിലി നിന്റെ 2 ഒറിജിനൽ കിറുക്കുകൾ കേൾക്കാൻ ചാൻസ് ഉണ്ടോ നോക്കുമായിരുന്നു. നീയല്ലേ ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞത്? ആ, പിന്നെ വരണോന്ന് തോന്നി. ഫോമിലാവുന്നേ ഉള്ളൂ അമ്മണി. നീ ഇതൊന്നും കണ്ടിട്ടില്ല അല്ലേ? അച്ഛനും നമ്പ്യാരങ്ങളും സ്ഥിരമായിട്ട് ഹണ്ടിങ്ങിന് പോയിരുന്നു മുമ്പ്. ഇവളിവിടെ വന്നിട്ടില്ല. തലകളൊക്കെ അതേ ചായയിൽ ചെറുതാക്കി വെക്കുന്ന വിദ്യ. അതിനെന്തോ പറയല്ലോ ഇംഗ്ലീഷില്. ടാക്സോഡെർമി. അല്ലല്ല, അത് സ്റ്റഫ് ചെയ്ത് വെക്കണേനല്ലേ. ആ റൈറ്റ്, കറക്റ്റ്. വേറൊരു വാക്കുണ്ട്. ഇംഗ്ലീഷും മോശമില്ലല്ലോ. ആഫ്രിക്കക്കാരുടെ വിദ്യയാണ്. ആളുകളുടെ തലയെ അങ്ങനെ വെച്ചാ ഭംഗിയുണ്ടാവും. ചുമരില് കേറി വരുന്നിടത്ത് തന്നെ. തുടങ്ങി അവളുടെ. മാലയിട്ട് ഫോട്ടോ വെക്കണേക്കാൾ നല്ലതല്ലേ? തുടങ്ങി ഭ്രാന്ത്. നല്ല കാര്യല്ലേ? നമ്മുടെ വീട്ടില് ആദ്യം മുത്തച്ഛൻ മരിച്ചാൽ മുത്തച്ഛന്റെ തല, അതിന്റെ അടുത്ത് പിന്നെ വല്യച്ഛന്റെ തല. സാമ്രാജ്യം സ്ഥാപിച്ചവർ മഹാഭാവി. അവളൊരു തമാശ പറഞ്ഞു. വേദ്യം ചെയ്തപ്പോ മരിച്ചിട്ടുണ്ടാവും. വല്ല കൊക്കർണിയിലും കൊണ്ടുവന്നിട്ടിട്ടുണ്ടാവും എന്നൊക്കെയാ പുറത്ത് സംസാരം. ഒന്നും അറിയില്ല. അറിയാൻ എന്താ? ഉണ്ടല്ലോ നിങ്ങളുടെ ഒരു രാവണിയേട്ടൻ. നിങ്ങളല്ലേ എന്നും സൽക്കരിക്കാർ ഇവിടെ. മരിച്ചു എന്ന് അവര് പറഞ്ഞിട്ടില്ല. വിട്ടു എന്നാ റിക്കാർഡ്. ആരാ മരിച്ചത്? അറിഞ്ഞൂടാ മുത്തശ്ശ. മതി, ഇന്ന് ഇത്ര മതി. പോരെ മുത്തശ്ശ? മോഹനേട്ടൻ നിന്നെ ചുറ്റോട്ടൊക്കെ നോക്കി. നീ എവിടെ പോയിരുന്നു? അതൊക്കെ ഇവിടെ ഇരുന്നോളൂ. നീ പോന്നെ പിന്നെ കുറച്ചേരം ഞങ്ങൾ ടെന്നീസ് കളിച്ചു. എനിക്ക് പഠിപ്പിച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വേഷത്തിലോ? പിന്നെന്താ? ഇത്രയ്ക്കുള്ള വൈറ്റ് ഷോർട്സ്, വൈറ്റ് ടീഷർട്ട്. കളിയേക്കാൾ പ്രധാനം ആ വേഷമല്ലേ? സ്ഥിരമായിട്ട് കളിക്കുമ്പോ അല്ലേ? അപ്പൊ തുന്നിക്കാം. അമ്മണി, അമ്മ പറയണ പോലെ വല്ലതും പറയുമ്പോ ആളും തരും സ്ഥലമൊക്കെ നോക്കണ്ടേ? ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. 16 വയസ്സ് 11 മാസം 28 അല്ല 29 ദിവസം. ഞാൻ കണക്ക് വെക്കുന്നുണ്ട് ശൈലി ചേച്ചി. എന്ത് പറഞ്ഞാലും തറുതല പറയും. കുറച്ച് അച്ചടക്കം പഠിക്കണം പെൺകുട്ടികളായാൽ. ഒക്കെ പഠിക്കാൻ പോവാ. ശൈലി ചേച്ചിയുടെ പ്രായമാവുമ്പോ കണ്ടോളൂ, ഒന്നും ബാക്കി ഉണ്ടാവില്ല പഠിക്കാൻ. ഒന്നും. അയൽക്കാർ വന്നാ എടുത്തു വെക്കണം. ശരി.
സോറി, ഇപ്പൊ സ്ഥലം ഒഴിച്ചു തരാം. വീണ്ടും കയ്യേറ്റം നടത്തിയതിന് ക്ഷമിക്കണം. വേണ്ട, ഞാൻ പോവുക. പക്ഷികളെ പറ്റി കൂടുതൽ അറിയണോ? ദാ. ഇരിക്കൂ. നമ്മളിൽ ഒരാൾ അകത്തുള്ളപ്പോ പുറത്തൊരു അടയാളം വെക്കണം. ഓക്യുപ്പൈഡ് ആണെന്ന് കണ്ടാൽ മറ്റേയാൾ തിരിച്ചു പോകണമെന്ന് വ്യവസ്ഥ. ഞാൻ പോവാം, എഴുതിക്കോളൂ. ഹേയ്, വെറുതെ ഇരുന്നപ്പോ 1-2 കത്തെഴുതി. അതിന് ഇവിടെ മാത്രമേ സ്ഥലം കണ്ടുള്ളൂ എന്നായിരിക്കും മനസ്സിലിപ്പോ ഒരു ചോദ്യം, അല്ലേ? ഏയ്, എനിക്കെന്താ അധികാരം? കൈവശക്കാരന്റെ അവകാശം. എപ്പോ വേണമെങ്കിലും വന്നോളൂ. നേരത്തെ സമയം പറഞ്ഞാ വല്ലതും തിന്നാനുള്ളതും കൊണ്ടെന്ന് വെക്കാം. അപ്പോൾ സ്ഥലം ഷെയർ ചെയ്യാമെന്ന വ്യവസ്ഥ സമ്മതിച്ചു, അല്ലേ? എന്താ പേര്? അതറിഞ്ഞിട്ട് എന്ത് വിശേഷം? അല്ല, വെറുതെ. എന്താ, കത്തെഴുതുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുന്നുണ്ടോ? ഞാൻ ഫേമസ് അല്ലേ? ഓ, കത്ത് എഴുതി വെക്കലേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇനി എത്ര ദിവസമുണ്ട് സർവേ? അറിഞ്ഞൂടാ. എടുത്തോളൂ. ഒരു ബുക്ക് സ്റ്റാളിൽ കണ്ടപ്പോ വാങ്ങി. അമ്മിണിക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതി. Take it. It's for you. നാച്ചുറൽ ഹിസ്റ്ററി പഠിക്കുന്ന വല്ല കോഴ്സ് സെലക്ട് ചെയ്തോളൂ, ഹയർ സ്റ്റഡീസിന്. ഞാൻ ജേർണലിസത്തിനാ പോവാ, ഡിഗ്രി കഴിഞ്ഞിട്ട്. അത് നല്ലതല്ലേ? ഒക്കെ കണക്ക് തന്നെ. കുറച്ച് സീറ്റേ ഉള്ളൂ എന്ന് മിസ് പറഞ്ഞു. വലിയ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. എഴുതണം, കിട്ടും. ബ്രില്യന്റ് ആയവർക്ക് കിട്ടണം. യു ആർ ബ്രില്യന്റ്. ഞാനങ്ങനെ ആണ്, എനിക്കറിയാം. ഈ സോഷ്യോളജിയിൽ എന്താ പഠിക്കുക? അറിഞ്ഞൂടാ. മലയാളത്തിലത് സാമൂഹ്യ ശാസ്ത്രമാണ്. സമൂഹമായിട്ട് ബന്ധമുണ്ടാവോ? അതിൽ റിസർച്ചും ഉണ്ട്. ആദിവാസികളെ പറ്റി റിസർച്ച് ചെയ്യാൻ പോകുന്നു. ആര്? പരിചയമുള്ള ഒരാൾ. റിസർച്ച് അല്ല വേണ്ടത് അവർക്ക്. എല്ലാവരെയും ആട്ടിത്തെളിച്ച് ഒരു കാഴ്ച ബംഗാവിലാക്കിയാൽ എങ്ങനെ ഇരിക്കും? ടിക്കറ്റ് വെച്ച് കാണാൻ ബഹു സൗകര്യം. നിങ്ങൾ എന്താ പഠിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, തേനീച്ച വളർത്തല്. അങ്ങനെ വിഡ്ഢിയാക്കണ്ട. എനിക്കറിയാം. നിങ്ങൾ ശരിക്കും ആരാന്ന് ഞാൻ പറയട്ടെ. CID. അതല്ലേ പേര് പറയാത്തത്? പേടിക്കണ്ട, ഞാൻ ആരോടും പറയാനൊന്നും പോണില്ല. എത്ര കൃത്യമായി ഗസ് ചെയ്തു. വെരി ബ്രില്യന്റ്. ശരിക്കൊരു ജീനിയസ് തന്നെ. നേരെ ഒരുപാടായി, പോട്ടെ. ആ, താങ്ക്സ്, വെരി മെനി താങ്ക്സ്. ഞാൻ വിടാം. അത്ര ദൂരമൊന്നുമില്ല. അതിലേ കട്ട് ചെയ്ത് പോയാൽ ജീപ്പിനേക്കാൾ മുമ്പേ എത്തും. നടത്തത്തിന്റെ എക്സ്പെർട്ട് ആണെന്ന് അറിയാം. ഇപ്പൊ ഇതിൽ കാര്യക്കോ.
അവിടെ ഒരു പഴയ ആൽബത്തിൽ അമ്മണിയുടെ അമ്മയുടെ ഫോട്ടോ കണ്ടു. എവിടെ? എന്റെ അമ്മയുടെ കൂടെ. വളരെ മുമ്പെടുത്തതാണ്. അതെനിക്ക് റീകോപ്പി ചെയ്ത് തരാം. PhDക്ക് പോണെന്ന് പറഞ്ഞത് എവിടെയും പോണ്ട. ഇവിടെ താമസിച്ചാൽ ഏതെങ്കിലും ആദിവാസികളെ പറ്റി പഠിച്ച തീസീസ് എഴുതാം. പഠിക്കാതെ എഴുതാം. പക്ഷെ ഞങ്ങളെല്ലാം വിറ്റ് പോവല്ലേ. വല്യ മുതലാളി, ഇത് ദ്രോഹമാണ് മുതലാളി. മുതലാളി, വീടും കൂടി ഒക്കെ കത്തിപ്പോയി മുതലാളി. 5 മാസമായ കുട്ടിയും പോയി മുതലാളി. ഞങ്ങളിന്ന് എങ്ങോട്ട് പോകും മുതലാളി? ഞങ്ങളെ രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണോ? എന്താ എന്താ അവർക്ക് വേണ്ടത്? മുതലാളി, ഞങ്ങളെ വീടും കൂടി. അതിന് ഇവിടെ ഒന്ന് നിലവിളി കൂട്ടണോ? നടന്ന് പോയിടെല്ലാം എന്റെ സ്ഥലത്താണോ നിങ്ങളുടെ വീടും കൂടിയും? എന്താ എന്താ കാര്യം? വീട് കത്തിപ്പോയിത്ര മുത്തശ്ശ. അവരുടെ വീട് കത്തിപ്പോയെങ്കിൽ സർക്കാരിനോട് പോയി പറയണം. വിളിച്ചോണ്ട് പോ. എന്താ എന്താ ഇവിടെ? മോനകത്ത് പോവും. എല്ലാവരും ജാഥയായി തഹസീൽദാർ ഓഫീസിൽ പോവും. അവിടെ പോയി പറഞ്ഞാൽ മതി. എവിടെ പോയി നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ? കാട്ടുതീ ഉണ്ടായിരുന്നു തമ്പരാക്കന്മാരുടെ കുറ്റോ? പോയതെല്ലാം ആരാ കത്തിച്ചത്? അറിയില്ലേ മുത്തശ്ശ. തീ കൊണ്ട് ആരും കളിക്കരുത്. പണ്ടും ഞാൻ പറഞ്ഞതാ, തീ കൊണ്ടുള്ള കളി നന്നല്ല. എന്റെ മോനെ, എനിക്ക് ആരുമില്ലല്ലോ. അയ്യോ, എന്റെ പൊന്നു മോനെ, എന്റെ കുഞ്ഞ് പോയല്ലോ. എന്റെ കുഞ്ഞ്, എനിക്ക് ആരുമില്ലല്ലോ. ഓ, ഇതാണല്ലേ രഹസ്യം.
എത്ര എളുപ്പത്തിൽ കണ്ടുപിടിച്ചു? പാളിപ്പതിങ്ങി നിന്നിട്ടുണ്ടാവും. പഴയ അമ്പലാണല്ലേ? പ്രതിഷ്ഠ ഒന്നുമില്ലേ? ഇപ്പോഴൊന്നുമില്ല, പണ്ടുണ്ടായിരിക്കണം. ചെറിയ കുട്ടിയായിരുന്നപ്പോ അബദ്ധത്തിൽ ഒരു ദിവസം കണ്ടതാ. അന്നേ ആരോടും മിണ്ടിയില്ല. ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കും? ഇനി വേറെ സ്ഥലം കണ്ടുപിടിക്കും. ഒറ്റയ്ക്കിരിക്കാൻ എന്താ രസം? അങ്ങനെ ശീലായി. ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നും.